എല്ലാവർക്കും പുതിയൊരു വീഡിയോയോട് സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സിമ്പിൾ വീഡിയോ എഡിറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെക്സ്റ്റ് നമ്മളെ വീഡിയോയിലോട്ട് കയറ്റിയിട്ട് അതിൻ്റെ അകത്തൂടെ നമ്മളെ ക്യാമറ ഈ മൂവ് ചെയ്യിപ്പിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റാണ്. അതിപ്പം ഒട്ടുമിക്ക വീഡിയോ സോങ്സിൽ നമ്മൾ കാണാറുണ്ട്. അതേപോലത്തെ എഫക്റ്റ് കയറ്റിയ ഈ റാപ്പ് സോങ് അതിലൊക്കെ ഇതേപോലത്തെ എഫക്റ്റ് കയറ്റാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിൽ ഇതേപോലെ ഒരു എഫക്റ്റ് ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ അകത്തൂടെ നമ്മൾ ക്യാമറ മൂവ് ചെയ്യിച്ചുകൊണ്ടുള്ള എഫക്റ്റ് എങ്ങനെ കയറ്റാന്നാണ് നമ്മളിപ്പം ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം നമുക്ക് ആഫ്റ്റർ എഫക്റ്റ് വെച്ച് എങ്ങനെ നമ്മൾ ഈ ടെക്സ്റ്റ് ട്രാക്ക് ചെയ്ത് അതിൽ നമുക്ക് ഈ ക്യാമറ മൂവ് ചെയ്യിപ്പിക്കുക, അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം. അപ്പം നമ്മളിന്ന് ട്രാക്ക് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ആണ്. ഈ വീഡിയോയിലാണ് നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് കയറ്റാൻ പോകുന്നത്. ഇതൊരു 13 സെക്കൻഡ് എന്തുകൊണ്ട് ഈ വീഡിയോ. ഇതിൻ്റെ അകത്താണ് നമ്മൾ ടെക്സ്റ്റ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ഈ വീഡിയോ ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ നമുക്കിവിടെ കാണാം ട്രാക്ക് ക്യാമറ. ഇതിനു മുമ്പേ നമ്മളൊരു വീഡിയോ ഈ സ്റ്റെബിലൈസ് മോഷൻ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ആവശ്യം ഈ ട്രാക്ക് ക്യാമറയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ ട്രാക്ക് ക്യാമറ അടിക്കുക. അപ്പോൾ നമുക്കാണ് ഇവിടെ അനലൈസ് ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ ക്യാമറ ഇത് വീഡിയോ ഫുട്ടേജ് ട്രാക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുമ്പേ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഇവിടെ ഒരു അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഡീറ്റെയിൽഡ് അനാലിസിസ് അത് എനേബിൾ ചെയ്തിടണം. അതാകുമ്പോൾ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇത് ട്രാക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ വരെ ഒരു 5-10 മിനിറ്റ് പിടിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ട്രാക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ അറിയാം ഫുള്ള് ട്രാക്കിംഗ് പോയിൻറ്റ്സ് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഇവിടെ ആയിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഭാഗത്തുള്ള ട്രാക്കിംഗ് പോയിൻറ്റ്സ് കുറച്ച് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മൗസ് വെച്ച് നമ്മൾ കുറച്ച് ട്രാക്കിംഗ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇവിടെ നമുക്ക് കാണാം ക്രിയേറ്റ് സോളിഡ് ആൻഡ് ക്യാമറ. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു സോളിഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കാണാം ആ സോളിഡ് മാത്രം അവിടെ ഫിക്സ് ആയിട്ടിരുന്നിട്ട് ബാക്കി നമ്മളെ വീഡിയോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലൊരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യാനുള്ളത്. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ Ctrl+T അടിക്കുക. Ctrl+T അടിക്കുമ്പം നമ്മൾ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ വരും. അപ്പോൾ നമ്മളവിടെ ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ച് നമുക്ക് വേണ്ട ടെക്സ്റ്റ് അവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പം ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം നമ്മൾ ഈ സോളിൻ്റെ അടിയിലോട്ടാണ് ഇന്ത്യ കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ ലെയറിൻ്റെ അവിടെ വന്നിട്ട് ഇന്ത്യ ഡ്രാഗ് ചെയ്ത് ഈ ട്രാക്ക് സോളിഡ് 1ൻ്റെ മുകളിലോട്ട് കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ നമുക്കറിയാം ഇത് ടെക്സ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ട്രാക്ക് ആയിട്ടില്ല. നമ്മളിപ്പോൾ വീഡിയോ ഓടിക്കുമ്പോൾ തന്നെ നമ്മളെ വീഡിയോയുടെ കൂടെ തന്നെ ആ ടെക്സ്റ്റും മൂവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് നമ്മളെ ഈ സോളിഡ് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ടെക്സ്റ്റിനെ നമുക്ക് ഫിക്സ് ആക്കി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ലെയറിൻ്റെ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ടെക്സ്റ്റിനായി നമുക്ക് 3D ആക്കണം. 3D ആക്കാനായിട്ട് നമ്മൾ ആദ്യം ടെക്സ്റ്റിൻ്റെ ഈ ആക്സിസ് പോയിൻ്റ് കറക്റ്റായിട്ട് സെൻറ്ററാണെന്ന് നോക്കണം. അതിന് നമ്മൾ Ctrl പ്രസ് ചെയ്തിട്ട് മുകളിൽ വന്ന് ഇവിടെ ഈ പാൻ ബിഹൈൻഡ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പോയിൻ്റ് നടുക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ 3D ടൂളുണ്ട്, അത് എനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ പേരൻറ്റ് ടൂളിൽ ആ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രാഗ് ചെയ്ത് ഈ ട്രാക്ക് സോളിഡ് 1ലോട്ട് ഇടുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മളെ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഇത് നമ്മളെ ഇതിലോട്ട് ഫിക്സ് ആയിട്ട് നിൽപ്പുണ്ട്. ട്രാക്കായിട്ട് ആ ട്രാക്കിംഗ് പോയിൻറ്റ്സ് ആ ടെക്സ്റ്റിലോട്ട് ഫിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ നേരെ നിർത്തണം. നേരെ നിർത്താനായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ട്രാൻസ്ഫോം ടൂളിൽ പോവുക. ഈ ടെക്സ്റ്റിൻ്റെ ട്രാൻസ്ഫോം ടൂളിൽ പോയിട്ട് അതിൽ നമ്മൾ സ്കെയിലും പൊസിഷനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക.
നമ്മളെ ഈ ടെക്സ്റ്റ് ഇതിലോട്ട് കറക്റ്റായിട്ട് ഇപ്പം ഫിക്സായി നിൽപ്പുണ്ട്. നമുക്ക് കാണാം നമ്മളെ ഇതിലോട്ട് ഫിക്സായി നിൽപ്പുണ്ട്. വീഡിയോയിലോട്ട് കറക്റ്റ് ട്രാക്കായിട്ടുണ്ട്. ഇപ്പം നമുക്കിതിനെ ഇപ്പം 3D ഫീല് തോന്നിക്കുന്നില്ല. അപ്പം നമുക്ക് ഇതിനെ 3D ആക്കാനായിട്ട് നമുക്ക് ഇവിടെ തന്നെ ട്രാൻസ്ഫോമിൽ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ജോമെട്രി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജോമെട്രി ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. നമ്മൾ ആ ജോമെട്രി ഓപ്ഷൻസ് എടുത്ത് നോക്കുമ്പോൾ താഴോട്ട് വരുമ്പം നമുക്കിവിടെ കാണാം ഈ ഡെപ്ത്ത്, ബിവെയിൽ ഡെപ്ത്ത്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും ഇത് ലൈറ്റ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇത് 3D ആയിട്ട് ഫീൽ ആവില്ല. അതിനുവേണ്ടി നമ്മൾ ഈ ലെയറിൽ ചെല്ലുക. ഇവിടെ ന്യൂ ലൈറ്റ്. ഇപ്പം നമുക്ക് കാണാം ഇതിൽ ലൈറ്റ് എഫക്റ്റും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ താഴത്തെ വെറുതെ കിടക്കുന്ന സോളിഡിനെ നമുക്ക് ഇൻവിസിബിൾ ആക്കി വയ്ക്കാം. അതിനുവേണ്ടി ഈ സൈഡിൽ കാണുന്ന ഈ ഐയുടെ ചിഹ്നം ഒന്ന് അമർത്തിയാൽ മതി. അപ്പോൾ സോളിഡ് അങ്ങ് ഇൻവിസിബിൾ ആവും. ഇനി നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ഈ ടെക്സ്റ്റ് ഫുള്ള് ട്രാക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാൽ നമ്മൾ അടുത്തിടുന്ന വീഡിയോസ് എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അതേപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് പുതിയ അടുത്ത എഡിറ്റിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൻ്റെ തന്നെ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ പ്രീമിയറിൻ്റെ ഏതെങ്കിലും എഡിറ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. അപ്പം ഗുഡ് ബൈ.